പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട സൂറത്തുകളും ആയത്തുകളുമാണ്. ഇതൊരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളുടെ ക്ലാസ് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, വിഷമങ്ങൾ അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ലാ. എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആർക്കൊക്കെയാണ് റാഹത്ത്, ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാനാണ്. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കേണ്ട ചില സൂറത്തുകളും ചില ആയത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന സൂറത്തുകളും ആയത്തുകളും ഒക്കെ നമ്മളെ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകുമെന്നുള്ളതാണ്. സാമ്പത്തികമായ പ്രയാസമാണെങ്കിലും, ശാരീരികമായ പ്രയാസമാണെങ്കിലും, മാനസികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും, പൈശാചികമായ ഷർറുകളാണെങ്കിലും എല്ലാറ്റിനും പരിഹാരമാണ്. പക്ഷെ പല ആളുകളും ഇത് നിത്യജീവിതത്തിൽ പതിവാക്കുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഏതൊക്കെ സൂറത്തുകളാണ്, ആയത്തുകളാണ് ഓതേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം 17 തവണ നിർബന്ധമായി ഫാത്തിഹ സൂറത്ത് പറയണം. ഫാത്തിഹ സൂറത്ത് പഠിക്കൽ ഒരു മനുഷ്യന് നിർബന്ധമാണ്. കാരണം ഫാത്തിഹ സൂറത്ത് ചൊല്ലാതെ ഓതാതെ നിസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ ഫർളാണ് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളത്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിന് പുറമെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഫാത്തിഹ സൂറത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഒരുപാട് രോഗങ്ങൾക്ക്, അത് എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും അതിനൊക്കെ പരിഹാരമാണ്. കാരണം ഫാത്തിഹ സൂറത്തിന് മറ്റൊരു പേരുണ്ട്, സൂറത്തു ഷിഫാ. ഉണ്ടോ? സൂറത്തു ഷിഫയാണ്, ഷിഫായിന്റെ സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാ ദിവസവും നിസ്കാരത്തിന് പുറമെ ഫാത്തിഹ സൂറത്ത് ഓതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നാം ഓതേണ്ട മറ്റൊരു ആയത്താണ് ആയത്തുൽ കുർസി. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായി അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് ആയത്തുൽ കുർസിയാണ്. അഅ്ലമുൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി. അത് സൂറത്തുൽ ബഖറയിലാണുള്ളത്. ആ ആയത്തുൽ കുർസി എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ മുത്തുനബി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതണം. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ മരണമല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾക്ക് മറ്റൊന്നും തടസ്സമുണ്ടാവൂല എന്നാണ് മുത്തുനബി പറഞ്ഞത്. അപ്പൊ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം നമ്മൾക്ക് ലഭിക്കാണ്. സ്വർഗം ലഭിക്കാനാണ് മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗം ലഭിക്കാൻ ഒരു കാരണമാണ് ആയത്തുൽ കുർസി എല്ലാ ദിവസവും പാരായണം ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഉറങ്ങുന്നതിന്റെ മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ ഹബീബായ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകൂല, ഉറക്കത്തിൽ നിന്ന് നെട്ടി എണീക്കൂല, ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണൂല. ഇതൊന്നും ചെയ്യാതെയാണ് പല ആളുകളും കടന്നുറങ്ങുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തവരായി ആരുമില്ല. സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഒരു തിന്മയിലേക്കും നമ്മൾ പോകൂല. കാരണം സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മളെ വിശ്വാസമാണ് പറയുന്നത്, അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്.
സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ എപ്പോഴും ഓതുക. നമ്മൾ വ്യഭിചാരത്തിലേക്ക് പോകൂല, ഗീബത്തിലേക്ക് പോകൂല, കളവിലേക്ക് പോകൂല, കൊലപാതകത്തിലേക്ക് പോകൂല. എന്തെല്ലാം തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കും. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതോടൊപ്പം തന്നെ നാം ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ചില ആളുകൾ മനസ്സിലാക്കിയത് അത് വെള്ളിയാഴ്ച വരുമ്പോൾ മാത്രം ഓതിയാൽ മതി, പിന്നെ ഓതണ്ട എന്നുള്ളതാണ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓതണം. അൽ കഹ്ഫ് ഓതി കഴിഞ്ഞാൽ വീട്ടിൽ വലിയ ഉയർച്ച ഉണ്ടാകും, സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന വലിയ ആരിഫ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതേണ്ടതുണ്ട്. കാരണം സൂറത്തുൽ കഹ്ഫ് ഓതിക്കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച പ്രത്യേകം ഓതിക്കഴിഞ്ഞാൽ ദജ്ജാലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ നിസ്കാരത്തിലും അത്തഹിയാത്തിലും നമ്മൾ ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്. ആ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ള പഠിപ്പിച്ച ഒരു വഴിയാണ് സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത്. നമ്മളെ ജീവിതത്തിന്റെ കൂടെ സൂറത്തുൽ കഹ്ഫിനെയും കൊണ്ടുപോവുക. എന്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ എല്ലാ ദിവസവും ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്. മദ്രസകളിലൊക്കെ കാണാതെ പഠിക്കുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. ഒരുപാട് പോരിശകൾ നിറഞ്ഞതാണ് അല്ലെ. സൂറത്തുൽ ഖാദിയ എന്നും സൂറത്തു യാസീനിന് പേരുണ്ട്. ആവശ്യ പൂർത്തീകരണത്തിനുള്ള സൂറത്ത്. നമ്മളെ ആവശ്യങ്ങൾ നിറവേറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാന് സൂറത്ത് യാസീൻ ഓതി ദുആ ചെയ്താൽ മതി എന്ന് വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് യാസീൻ സൂറത്ത് ഓതുക, അതിനുശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലുക, അതിനുശേഷം ഒന്ന് ദുആ ചെയ്ത് നോക്ക്. നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുമെന്ന് വലിയ ആരിഫീങ്ങൾ, വലിയ സയ്യിദന്മാര് പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യാസീൻ സൂറത്ത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇശാ മഗ്രിബിന്റെ ഇടയിലോ, ഇശ നിസ്കാരം കഴിഞ്ഞിട്ടോ, അതല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ, അതല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ യാസീൻ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ ശ്രദ്ധിക്കുക. 6ാമത്തെ സൂറത്ത് പറയാനില്ല, സൂറത്തുൽ വാഖിയയാണ്. സൂറത്തുൽ ഗിന എന്നും അതിന് പേരുണ്ട്. ഐശ്വര്യത്തിന്റെ സൂറത്താണ്. ദാരിദ്ര്യം മാറാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് നൽകിയത് സൂറത്തുൽ വാഖിയയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെ ഭാര്യ മക്കൾക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണം. നിങ്ങളും നിങ്ങളെ ഭാര്യ മക്കളും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം. അത് സൂറത്തുൽ ഗിന, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്താണ്. സൂറത്തുൽ വാഖിയ ഒരാള് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല, പട്ടിണി കിടക്കൂല, ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല എന്നൊക്കെ ലോകത്തിന്റെ നേതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതുക. റമളാനല്ലേ, തറാവി നിസ്കരിക്കണം, നോമ്പൊൽക്കണം, നോമ്പ് തുറ നടത്തണം. ഇനിയിപ്പോ എന്ത് ഖുർആന, എന്ത് സൂറത്താ എന്ന് വിചാരിക്കണ്ട. ഈ പരിശുദ്ധമായ റമളാനിലാണ് ഇതൊക്കെ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. യാസീനോത്തും ആയത്തുൽ കുർസി ഓതലൊക്കെ ഈ റമളാനിൽ കൂടുതൽ ചെയ്യണം. അതുകൊണ്ട് ആരും റമളാനാണ് എന്ന് വിചാരിച്ച് ആ സൂറത്തുൽ വാഖിയയും മറ്റുള്ള സൂറത്തുകളും ആയത്തുകളും ഒഴിവാക്കരുത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകളൊക്കെ നിത്യമായി ഓതുന്നവരായിരിക്കും, റമളാൻ എത്തിയപ്പോ അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അതൊരിക്കലും പറ്റൂല, റമളാനിലും ഓതണം എന്നുള്ളതാണ്. അപ്പൊ സൂറത്തുൽ വാഖിയ ദാരിദ്ര്യം മാറാനുള്ളതാണ്. അതുപോലെ എല്ലാ ദിവസവും ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് നമ്മൾക്കറിയാം, മദ്രസകളിലൊക്കെ കാണാതെ പഠിപ്പിക്കുന്നുണ്ട്. ഖബറാകുന്ന മണ്ണറ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഖബറിനെയാണ്. ഖബർ ഒറ്റക്കാണ്, അവിടെ കൂട്ടുകാരില്ല, കുടുംബക്കാരില്ല, ബന്ധപ്പെട്ടവരില്ല. ഏറ്റവും കൂരാകൂരിട്ടാണ് ഖബറിന്റെ ഉള്ളില്. ആരും ഖബറിന്റെ ഉള്ളിലേക്ക് കറണ്ട് സംവിധാനം ചെയ്യാറില്ല, ബൾബ് വെക്കാറില്ല. അത് ഇരുട്ട് തന്നെയാണ്. ആ ഇരുട്ടായ ഖബർ പ്രകാശിപ്പിക്കാൻ റസൂലുള്ള നമ്മൾക്ക് നൽകിയ വലിയ ഒരു മാർഗമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. നാളെ പരലോകത്ത് നമ്മൾക്ക് സാക്ഷിയായി സൂറത്തുൽ മുൽക്ക് വരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഒരാൾ ഒഴിവാക്കരുത്, ഖബറിൽ രക്ഷയാണ്. അതുപോലെ നമ്മൾ ഓതേണ്ട 2 ആയത്തുകളാണ് ആമന റസൂൽ. അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ആമന റസൂൽ ഒരാൾ രാത്രി കിടക്കും ഓതി കഴിഞ്ഞാൽ കഫത്താഹു, അവനക്ക് അത് മദീന റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ളാന്റെ വാക്ക് നിങ്ങൾ നോക്കണം. ആമൻ റസൂൽ ഒരാൾ രാത്രി ഓതിക്കഴിഞ്ഞാൽ കഫത്താഹു, അവനക്ക് അത് മതി, പിന്നെ ഒന്നും പേടിക്കണ്ടെന്നല്ല അതിന്റെ അർത്ഥം. എല്ലാറ്റിനും അത് പരിഹാരമാണെന്നാ പറയുന്നത്. അതുകൊണ്ട് ആമൻ റസൂൽ ഒഴിവാക്കരുത്. അത് സ്വർഗത്തിലെ നിധിയാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ അള്ളാഹു കൊടുത്ത മറ്റൊരു സമ്മാനമാണ് ആമന റസൂലു. അത് നിരന്തരമായി എല്ലാ ദിവസവും പാരായണം ചെയ്യുക. ഈ പറയുന്ന അധിക കാര്യങ്ങളും ഹദ്ദാദ് ഓതുന്നവർക്ക് ലഭിക്കും. കാരണം ഹദ്ദാദ് ഓതുമ്പോ അൽ ബഖറയിലെ ആദ്യത്തെ ചില ആയത്തുകൾ ഓതുന്നുണ്ട്, അതുപോലെ ആയത്തുൽ കുർസി ഓതുന്നുണ്ട്, ആമൻ റസൂൽ ഓതുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ധാരാളം ഓതുന്നുണ്ട്.
അതുകൊണ്ട് ഹദ്ദാദ് കൂടെ എല്ലാ ദിവസവും ഓതാൻ ശ്രദ്ധിക്കണേ എന്നുകൂടെ അടിവരയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആമൻ റസൂലു വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നിഖില മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് പറ്റുന്ന 2 ആയത്തുകളാണ്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഹശറിലെ അവസാനത്തെ 2 ആയത്തിൽ അൻസൽനാ ഹാദൽ ഖുർആൻ തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരാള് രാത്രി ലൗ അൻസൽന ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ദ്വാർക്കുകയാണ്. ഒരാൾ രാത്രി ഓതിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനി ഇതിന്റെ ഇടയിൽ അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൂറത്തുൽ ഹസറിന്റെ അവസാനത്തെ ലൗ അൻസൽന തുടങ്ങിയതും നമ്മൾ പാരായണം ചെയ്യുക എല്ലാ ദിവസവും. അത് മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ആയത്തുകളൊക്കെ. അതുപോലെ സൂറത്തുൽ ഫലഖ് പൈശാചികമായ ശർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ശാരീരിക വേദനകൾ മാറാൻ, അതുപോലെ ജിന്നുബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ, അസൂയാലുക്കളിൽ നിന്ന്, അതുപോലെ തന്നെ കണ്ണേർ സിഹറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സൂറത്തുൽ ഫലഖ് നമ്മൾ പാരായണം ചെയ്യണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ള ആ അത്ഭുതകരമായ സൂറത്ത്. അതോടൊപ്പം തന്നെ സൂറത്തുൻ നാസ് പ്രിയമുള്ളവരെ മറന്നു പോകരുത്. ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, വസ്വാസിൽ നിന്ന്, അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൻ നാസ് നല്ലതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ വരുമ്പോ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോ അള്ളാന്റെ റസൂല് സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 പ്രാവശ്യം ഓതി കയ്യിൽ മന്ത്രിക്കുക. എന്നിട്ട് കയ്യിലേക്ക് ഊതുക. അതിനുശേഷം കൈ കൊണ്ട് നമ്മളെ ശരീരം മുഴുവനും തടവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ മാറും, നല്ല ആരോഗ്യം ഉണ്ടാകും, വേദനകളും കടച്ചിലുകളൊക്കെ മാറും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സൂറത്തുകളും ആയത്തുകളും നിത്യജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നമ്മളെ ചാനലിൽ നടക്കുന്നുണ്ട്. പല ആളുകളും അതിൽ പങ്കെടുക്കുന്നില്ല, പല ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒഴിവ് കിട്ടുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവുള്ളത് ആ സമയത്ത് അതിലൊന്ന് പങ്കെടുക്കുക. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ മാറുന്നു, സന്തോഷം ലഭിക്കുന്നു, ജോലി ലഭിക്കുന്നു, ജയിൽ മോചനം ലഭിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളും ആ മജ്ലിസ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.